റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. സിവിൽ സർവീസ് പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനി അവർക്ക് നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തുടനീളമുള്ള ചില മുൻ സംസ്ഥാന ജീവനക്കാർക്ക് ഈ മാസം വരുമാനം ഇല്ലാതായി എന്ന റിപ്പോർട്ടുകൾ. യുകെയിലെ 1.7 ദശലക്ഷം പൊതുമേഖലാ തൊഴിലാളികളുടെ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്ന സിവിൽ സർവീസ് പെൻഷൻ പദ്ധതിക്ക് ഡിസംബറിൽ ക്യാപിറ്റ പദ്ധതിയുടെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം പലർക്കും ഒറ്റത്തവണ ശമ്പളമോ പതിവായി പണമടയ്ക്കലോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം സമ്മതിച്ചതിനേക്കാൾ വളരെ വലിയ കേസുകൾ കെട്ടിക്കിടക്കുകയാണെന്ന് ക്യാപിറ്റ പറഞ്ഞു. ബാധിച്ചവരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ പറഞ്ഞു. മാസാവസാനത്തോടെ പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കാൻ കടം വാങ്ങേണ്ടി വരുമെന്ന് വിരമിച്ച സ്റ്റീവ് ഡ്യുവൽ എന്നയാൾ ചൂണ്ടിക്കാട്ടി. ഹാളിൽ നിന്നുള്ള 65-കാരനായ അദ്ദേഹം 40 വർഷത്തെ ലാൻഡ് രജിസ്ട്രി സേവനത്തിന് ശേഷം ജനുവരി 1 വിരമിക്കുകയായിരുന്നു. താമസിയാതെ അദ്ദേഹത്തിന് ഒരു വലിയ തുക ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പാക്കേജിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. അഡ്മിനിസ്ട്രേറ്റർമാരുമായി ബന്ധപ്പെടാൻ സ്റ്റീവ് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഏകദേശം 15 മണിക്കൂർ ഫോണിൽ ഹാങ് ഔട്ടിൽ ചെലവഴിച്ചതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് ധാരാളം സാമ്പത്തിക പ്രതിബദ്ധതകളുണ്ട് എന്നായിരുന്നു മറുവശത്തു നിന്നുള്ള മറുപടി. നമുക്ക് കാർ വായ്പകൾ വീട്ടുകയും മോർഗേജ് പേയ്മെന്റുകൾ നടത്തുകയും വേണം. ജനുവരി തുടക്കത്തിൽ ഒരു വലിയ തുക പ്രതീക്ഷിച്ചുകൊണ്ട് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ ക്രമീകരിച്ചു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആന്റി ബൺഹാമിന് തന്റെ ഗോൾട്ടൺ ഡെന്റൺ നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വഴിയൊരുക്കിക്കൊണ്ട് മുൻ ലേബർ മന്ത്രി ആൻഡ്രൂ ഗിൻ MP സ്ഥാനം രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ഒരു പ്രസ്താവനയിൽ തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നുവെന്നും ഒരു MP ആയി ജോലിയിലേക്ക് മടങ്ങുന്നത് സുരക്ഷിതമല്ലെന്നും അദ്ദേഹത്തിന്റെ GP ഉദ്ദേശിച്ചതായും ഗ്വിൻ പറഞ്ഞു. ഗ്വിന്റെ രാജി ബൺഹാമിന് ഹൌസ് ഓഫ് കോമൺസിലേക്ക് മടങ്ങിവരാനും പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമറിനെതിരെ നേതൃത്വപരമായ വെല്ലുവിളി ഉയർത്താനുമുള്ള വഴി തുറന്നേക്കാം. നേരത്തെ സംസാരിച്ച ബൺഹാം അത്തരമൊരു വെല്ലുവിളി തള്ളിക്കളയുന്നില്ലെങ്കിലും ആളുകൾ തീരുമാനങ്ങളിലേക്ക് തിടുക്കപ്പെടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. മേയർ എന്ന നിലയിലുള്ള എന്റെ റോളിൽ അദ്ദേഹം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഗ്വിൻ ലേബർ പാർട്ടി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 2025 അദ്ദേഹം അധിക്ഷേപകരമായ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചതായ റിപ്പോർട്ടുകളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഹൌസ് ഓഫ് കോമൺസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ അദ്ദേഹത്തിന്റെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മണ്ഡലമായ ഗോൾട്ടൺ ആൻഡ് ഡെന്റണിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തുടക്കമിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി 13,000 വോട്ടുകളെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഗ്വിൻ ഒരു പെൻഷൻ സംബന്ധിച്ച് ധാരണയിലെത്തിയതായി മുതിർന്ന വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് മെഡിക്കൽ കാരണങ്ങളാൽ MP സ്ഥാനത്ത് നിന്ന് വിരമിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ പോലീസിംഗ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സേനകളുടെ എണ്ണം സമൂലമായി കുറയ്ക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. പോലീസ് പരിഷ്കരണത്തിനുള്ള പദ്ധതികൾ ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. നിലവിലുള്ള 43 ലെവലിൽ നിന്ന് സേനകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്നും ഗുരുതരവും സംഘടിതവുമായ കുറ്റകൃത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരോട് പറയുമെന്നും അവർ പ്രതിജ്ഞയെടുക്കും. പണം ലാഭിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി 12 മെഗാ സേനകൾ സൃഷ്ടിക്കണമെന്ന് പോലീസ് മേധാവികൾ ആവശ്യപ്പെട്ടിരുന്നു. മാറ്റങ്ങൾ നടപ്പിലാക്കാൻ വർഷങ്ങളെടുത്തേക്കാം. അടുത്ത പാർലമെന്റിന്റെ അവസാനത്തോടെ ഏകദേശം 2034 ഇത് സംഭവിക്കുമെന്ന് മാത്രമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 43 സേനകളുടെ നിലവിലെ മാതൃക ഉദ്യോഗസ്ഥപരമാണെന്നും പണം പാഴാക്കുന്നുവെന്നും ഓരോ സേനയും സ്വന്തം ആസ്ഥാനം, മാനേജ്മെന്റ് ടീമുകൾ, ബാക്ക്റൂം സ്റ്റാഫ് എന്നിവ നടത്തുന്നുണ്ടെന്നും മഹ്മൂദ് ഒരു നയനിർദ്ദേശത്തിൽ വാദിക്കും. ഇംഗ്ലണ്ടിലുടനീളം പ്രാദേശിക സേനകളുടെ പ്രകടനം വളരെ വ്യത്യസ്തമാണെന്ന് മന്ത്രിമാർ വിശ്വസിക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പ്രധാന സംഭവങ്ങളിൽ പ്രതികരിക്കുന്നതിനും ചെറിയ സേനകൾക്ക് വേണ്ടത്ര സജ്ജീകരണമില്ലെന്ന് അവർ വിശ്വസിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. ഇനി നാട്ടിലെ വാർത്തകൾ. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഗ്രാം വിലയിൽ 210 രൂപയുടെ കുറവുണ്ടായി. ഇതോടെ 1 ഗ്രാമിന് 14,145 രൂപയായി. പവൻ വിലയിൽ 1,680 രൂപ ഇടിഞ്ഞ് 1,13,160 രൂപയും. തുടർച്ചയായ വർധനവിന് പിന്നാലെ വില ഇടിഞ്ഞതിന്റെ ആവശ്യത്തിലായിരുന്നു ഇന്നലെ ആഭരണ പ്രേമികൾ. എന്നാൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തി. ഗ്രാമിന് 495 രൂപ വർദ്ധിച്ച് 14,640 രൂപയായി. പവൻ വില 1,17,100 രൂപയായി മാറുകയും ചെയ്തു. അതായത് ഒറ്റയടിക്ക് 3,960 രൂപയുടെ വർധനവ്. അസമിലെ ചിലാപത്തർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പഞ്ചാബിനെ 3-1 പരാജയപ്പെടുത്തി കേരളം സന്തോഷ് ട്രോഫി 2026 ക്യാമ്പയിന് മികച്ച തുടക്കം കുറിച്ചു. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായിരുന്നെങ്കിലും മത്സരം തിരിച്ചുപിടിക്കാൻ കേരളം മികച്ച പോരാട്ട വീര്യം കാണിച്ചു. 123.64 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.